5 വർഷം മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ 59-കാരിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡ് 40-ൽ ചിറ ഉഷ ജോസഫിനാണ് ഈ ദുര്യോഗം. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാൻ 2021 മെയ് 10-നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. വീട്ടിലെത്തിയ ശേഷം കടുത്ത വേദനയും തുടർച്ചയായി രക്തസ്രാവവും ഉണ്ടായി. പല ഡോക്ടർമാരും ചികിത്സിച്ചെങ്കിലും ഭേദമായില്ല. വർഷങ്ങളോളം കുത്തിവയ്പ്പെടുത്തും മരുന്ന് കഴിച്ചും കഴിയുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ മൂത്രത്തിൽ കല്ലെന്ന് പറഞ്ഞാണ് മടക്കി അയച്ചത്. കഴിഞ്ഞ ദിവസം ഒരു യൂറോളജി ഡോക്ടറെ സമീപിച്ചപ്പോൾ എക്സ്റേ ഉൾപ്പെടെയുള്ള പരിശോധന കുറിച്ച് നൽകി. എക്സ്റേ പരിശോധനയിലാണ് വയറിനുള്ളിൽ കത്രിക കുടുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയിലൂടെ കത്രിക നീക്കം ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി ഉഷ പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം പ്രശ്നം മനസ്സിലാക്കിയ ബന്ധുക്കൾ വിവരം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവും പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KF തോബിയാസിനെ അറിയിച്ചു. തുടർന്ന് പുന്നപ്ര പോലീസിൽ രാത്രിയോടെ പരാതി നൽകുകയും ചെയ്തു. ഡോക്ടർമാരെ നിരന്തരം കാണുമ്പോൾ മൂത്രത്തിലെ അണുബാധയാണെന്ന് പറഞ്ഞ് മരുന്ന് തരും. മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം ലഭിക്കും. കഴിഞ്ഞ ദിവസം രക്തം പുറത്തു വന്നതോടെയാണ് വിശദ പരിശോധന നടത്തിയത്. ബുധനാഴ്ചയാണ് കത്രിക വയറ്റിലുണ്ടെന്ന് മനസ്സിലായത്. വിവരം പുറത്തു പറയരുതെന്നും പരിഹാരം കാണാമെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. തിങ്കളാഴ്ച അഡ്മിറ്റ് ആയാൽ ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് പോകാൻ ഭയമാണെന്നും ഉഷ ജോസഫ് അറിയിച്ചു. എന്നാൽ ഗുരുതരമായ ചികിത്സാ പിഴവിന് ഇരയായ ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് മകൻ ഷിബിൻ അറിയിക്കുന്നത്. രാവിലെ വിദഗ്ധ ഡോക്ടർമാർ എത്തിയതിനു ശേഷമായിരിക്കും ശസ്ത്രക്രിയ എപ്പോഴെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിയമപരമായി തന്നെ മുന്നോട്ടു പോകും. ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ഷിബിൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.